മലയാള സിനിമാ ത്രില്ലറുകളിലെ ഏറ്റവും മികച്ച സിനിമയാണ് മെമ്മറീസ്. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് നായകനായി എത്തിയ മെമ്മറീസ്. മെമ്മറീസിലെ ഒരു മൊമെൻറ്റ് എനിക്ക് എന്നും പ്രിയപ്പെട്ടതാകുന്നത് എന്തുകൊണ്ടെന്നാൽ ആ സീനിനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമല്ല, സ്ലോ മോഷൻ എന്ന സങ്കേതത്തെ കൃത്യമായി അതിൻ്റെ പ്രാധാന്യത്തോടെ അവതരിപ്പിച്ചു എന്ന കാര്യമുള്ളതുകൊണ്ടാണ്. സാധാരണ സ്ലോ മോഷൻ നമ്മളെല്ലാം ഉപയോഗിക്കുന്നത് ഈ നായകൻ്റെ എൻട്രി, വില്ലൻ്റെ എൻട്രി, കുറച്ച് ഫൈറ്റ് സീക്വൻസിന് മാത്രമാണ്. എന്നാൽ കഥയിലൊരു പ്ലോട്ട് പോയിന്റ് കൃത്യമായി പറയുന്നതിന് സ്ലോ മോഷൻ എന്നൊരു സങ്കേതം ഇവിടെ കൃത്യമായി ഉപയോഗിച്ചിട്ടുണ്ട്. ഇരകളുടെ നെഞ്ചത്ത് മാർക്ക് ചെയ്തിരുന്ന അടയാളങ്ങളെപ്പറ്റി അറിയാൻ വേണ്ടി സാം അലക്സ് പള്ളിയിലച്ഛനെ കാണാൻ വരുന്ന രംഗമുണ്ട്. നെടുമുടി വേണു അഭിനയിച്ചിരിക്കുന്ന പള്ളിയിലച്ഛനോട് പൃഥ്വിരാജ് ചോദിക്കുന്നുണ്ട്, ഈ അടയാളങ്ങളെപ്പറ്റി എന്തെങ്കിലും അറിയാമോ, ഇതിനെപ്പറ്റി എന്തെങ്കിലും ക്ലൂ നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ എന്ന്. ഇപ്പോൾ മനസ്സിലാകുന്നില്ല എന്നും അരമനയിൽ നോക്കിയിട്ട് പറഞ്ഞു തരാമെന്നും പറഞ്ഞതിന് ശേഷം പൃഥ്വിരാജ് തിരികെ നടക്കുന്നുണ്ട്. പിന്നീടുള്ള ഒരു 50 സെക്കൻഡ് ഉണ്ട്. ഒരുപക്ഷെ മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ഇത്ര വൃത്തിയായി സ്ലോ മോഷനിൽ ഒരു പ്ലോട്ട് പോയിന്റ് കൃത്യമായി എക്സ്പ്ലോർ ചെയ്തത് ഈ സീനിലായിരിക്കും. അതായത് പള്ളിയിലച്ഛനോട് കാര്യം പറഞ്ഞ ശേഷം തിരികെ പോവുകയാണ് പൃഥ്വിരാജ്. അങ്ങനെ ഒരു കുടിയന്റെ അലസതയോടെ തിരികെ നടക്കുന്ന പൃഥ്വിരാജിന്റെ കണ്ണിൽ അവിചാരിതമായി ഭിത്തിയിലെ ഫോട്ടോ പതിയുന്നു. ഒന്ന് നോക്കി തിരിച്ചു വന്ന ശേഷം വീണ്ടും അയാൾ അതിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നു. ആ നിമിഷത്തിൽ പ്രേക്ഷകനും സാം അലക്സും ഒന്നാകുകയാണ്. അവിടെ അയാൾ എന്തോ കണ്ടു. ആ കാഴ്ച പ്രേക്ഷകരും കണ്ടു. യേശു തൻ്റെ ശിഷ്യന്മാരോട് അല്ലെങ്കിൽ ജനങ്ങളോട് സംസാരിക്കുന്ന ഒരു ഛായാചിത്രം മാത്രം. അവിടെ എന്തൊരു ക്ലൂ കിടപ്പുണ്ടെന്ന് സാം അലക്സിന് തോന്നുന്നു. സാം അലക്സിന് തോന്നുന്നത് പോലെ തന്നെ പ്രേക്ഷകനും തോന്നുന്നു എന്തോ ഒരു ട്വിസ്റ്റ് അവിടെയുണ്ട്. ആ സമയം മുതൽ അവർ പിറകിലേക്ക് ആലോചിക്കുകയാണ്. സാം അലക്സ് തൻ്റെ കേസിൽ ഇതുവരെ വന്ന എല്ലാ വഴികളും ആലോചിക്കുന്നു, എന്തൊക്കെയാണ് എങ്ങനെയാണെന്ന്. അതിനൊപ്പം തന്നെ ഒരുപക്ഷെ സംവിധായകനെ വെല്ലുവിളിക്കാനെന്ന വണ്ണം ഇല്ലെങ്കിൽ സാം അലക്സിനൊപ്പം തന്നെ പ്രേക്ഷകനും ചിന്തിക്കുന്നു, അവിടെ എന്തോ ഉണ്ടല്ലോ. ആ സമയത്തിലെല്ലാം സംഗീതം, പശ്ചാത്തല സംഗീതം വല്ലാതെ ഉയരുന്നുണ്ട്. കണ്ടെത്താൻ നമ്മുടെ ഹൃദയം ഇടിക്കുന്നത് പോലെ തന്നെ സാം അലക്സും ഒരുപാട് സമയമെടുത്ത് ഒരു സെക്കൻഡുകൾക്കുള്ളിൽ ചിന്തിച്ച് തീർക്കുന്നത് പോലെ തന്നെ ഒരു നിമിഷത്തിൽ സ്റ്റക്കാവുന്നു. അവിടെ പശ്ചാത്തല സംഗീതം നിർത്തുന്നു. തിരിഞ്ഞു നോക്കി പള്ളിയച്ഛനോട് പറയുന്നു, യേശു ഏതു ഭാഷയിലായിരുന്നു ജനങ്ങളോട് സംസാരിച്ചതെന്ന്. അവിടെ വലിയൊരു പ്ലോട്ട് പോയിന്റ് എക്സ്പ്ലോർ ചെയ്യപ്പെടുകയാണ്. അരാമിയ എന്ന് പള്ളിയിലച്ഛൻ പറയുന്നിടത്ത് സാം അലക്സ് എന്ത് തേടിയാണോ വന്നത് ആ നിമിഷം അയാൾക്കത് ലഭിക്കുകയും ചെയ്യുന്നു. ത്രില്ലർ സിനിമകളിൽ കുറ്റാന്വേഷകർ ഒരു വിചിത്രമായ പ്ലോട്ട് പോയിന്റ് കണ്ടെത്തുന്നതും അത് അനലൈസ് ചെയ്യുന്നതും അത് പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന വിധത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതും ഒരു വലിയ കാര്യമാണ്. കാരണം അത് കൈവിട്ടു പോയാൽ പിന്നീടുള്ള എല്ലാ എക്സ്പ്ലോറേഷനും അതോടെ അവസാനിക്കും, പ്രേക്ഷകർ സിനിമയെ കൈവിടും. പക്ഷേ ഇവിടെ അധികം ഡയലോഗുകളില്ലാതെ ഒരു നോട്ടങ്ങൾ കൊണ്ട് മാത്രം അല്ലെങ്കിൽ സ്ലോ മോഷൻ ഉപയോഗിച്ച് മാത്രം അരാമിയ എന്ന ഉത്തരത്തിലേക്ക് എത്താൻ വളരെ സിമ്പിളായി സംവിധായകൻ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ മെമ്മറീസ് എന്ന സിനിമയിലെ ഏറ്റവും മികച്ച മൊമെൻറ്റ് എനിക്ക് ഈ സീനാണ്. ദയവുകൊണ്ട് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റു ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക.